ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചട്നിയാണ് തയ്യാറാക്കുന്നത്. 2 സവാളയും മീഡിയം സൈസ് 2 സവാളയും അതുപോലെ തന്നെ മീഡിയം സൈസ് വരുന്ന 2 തക്കാളിയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ദോശ, ഇഡ്ഡലി അതുപോലെ തന്നെ ഗോതമ്പ് ദോശ എന്നെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല അടിപൊളി ബ്യൂട്ടി പ്രൊഡക്റ്റാണ്. അപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ 12 എണ്ണം ഉണ്ടാകും. ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 399 രൂപയാണ്. അപ്പോൾ നമ്മൾ ഏത് കളറാണ് ഇടുന്നത്, ഡ്രസ്സ് ഇടുന്നത് അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റും. അതിൻ്റെ കണ്ടൻറ്റൊക്കെ ഈ കവറിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ 12 കളറാണുള്ളത്. പിന്നെ എന്താ പറയുക, ലിക്വിഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. നമ്മളിടുന്ന ഏത് ഡ്രസ്സാണോ അതിന് മാച്ചാക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. 12 കളറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാം. നോക്കാം, നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരുപാട് ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഓഫറാണ് ആമസോണിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത്. ഈ മാസം അവസാനം വരെ ഗ്രേറ്റ് ഇന്ത്യ സെയിലുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കോളൂ. ഇത്രയും ഓഫറിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ അപ്പോൾ നമ്മളത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കൊണ്ടു. നല്ല അടിപൊളി കളറാണ് ഇത്. നമുക്ക് വെള്ളം നനഞ്ഞാലൊന്നും പോകില്ല. നമ്മളൊരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. 12 എണ്ണം ഉണ്ട് കേട്ടോ. ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തത് എന്താ പറയുക, ഇതാണ് ഐലൈനറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് കൊളോസൽ കാജലിനാണ് ഇത് ഐലൈനറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. 162 രൂപയാണ് ഇതിൻ്റെ വില. ഇതും തന്നെ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ഇതും എനിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലോണം ഇഷ്ടമായ ഒരു ഇതാണ്. ഇതും തന്നെ നമ്മൾ മുഖമൊക്കെ കഴുകുന്ന സമയത്താണെങ്കിലും ഇതൊന്നും പടരുമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ ഐലൈനറൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകുകയോ വിയർക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഐലൈനർ അത് സ്പ്രെഡ് ആകലുണ്ട് അല്ലേ. അപ്പോൾ ഇതങ്ങനെയൊന്നും വരില്ല. നമ്മൾ ഇട്ട പോലെ തന്നെ ഇരിക്കും. ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് പോകുന്നതല്ല. അത്യാവശ്യം നല്ലോണം കഴുകിയെങ്കിൽ മാത്രമേ പോകുള്ളൂ. ഇപ്പോൾ നോക്കാം, ഇപ്പം നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇനി നമ്മുടേത് മൂന്നാമത്തെ പ്രൊഡക്റ്റ് നോക്കാം. ഞാനൊരു ഫേസ് വാഷാണ് എടുത്തിട്ടുള്ളത്. ഓവിൻ്റെ എന്താ പറയുക, വിറ്റാമിൻ സി ഫേസ് വാഷാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട വിധവും അതിനുള്ള ഇൻഗ്രീഡിയൻസും മുഴുവനും അതിൽ കൊടുത്തിട്ടുണ്ട്. 319 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും പിന്നെ അവരുടെ എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു പേപ്പറിലുണ്ട് കേട്ടോ. കണ്ടോ, അവരുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒക്കെ ആയുർവേദിക് ആണ് കേട്ടോ. ഒന്നും കെമിക്കലല്ല, ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് സാധനങ്ങളാണ് ഓവിൻ്റെത്. അപ്പോൾ ഇത് ഫേസ് വാഷാണ്. ഇത് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ കയ്യിലെടുത്തിട്ട് കുറച്ച് നമ്മൾ എന്താ പറയുക, മുഖത്തേക്ക് ഇങ്ങനെ വാഷ് ചെയ്ത് വെള്ളം ചേർത്ത് വാഷ് ചെയ്യലല്ലേ. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇതിനൊരു ബ്രഷ് അടക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കയ്യിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മുകളിൽ നിന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത മാതിരി മുകളിലേക്ക് വരും, ആ ബ്രഷിലേക്ക് വരും. കണ്ടോ, ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്താൽ മതി. പക്ഷേ ആ ബ്രഷ് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. അത്രയും സ്മൂത്ത് ആയിട്ടുള്ളതാണ്. മുഖത്ത് നമ്മളിത് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ ഞാൻ അതേ കയ്യിൽ ഇങ്ങനെ വരുത്തി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് വേണ്ട അത്രയും നമുക്ക് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ആ ലിക്വിഡ് പുറത്തേക്ക് വന്നിട്ട് നല്ല പതഞ്ഞ് നല്ല ഫേസൊക്കെ നല്ല വൃത്തിയാകും. ഇത് നമ്മൾക്ക് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം നല്ലൊരു മുഖത്തിന് നല്ലൊരു മാറ്റം നമുക്കിത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം ഞാനിത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ലിക്വിഡ് ഉള്ളത്. എനിക്കിത് നന്നായിട്ട് യൂസായി കേട്ടോ. എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തോന്നി. ഇതിപ്പോൾ നമ്മളൊരു യാത്ര പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്താ പറയുക,
ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 1 ലിറ്ററാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ക്ലിനിക് പ്ലസ് ഷാമ്പു ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഷാമ്പു ആണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 403 രൂപയാണ്. 1 ലിറ്ററാണ് ഉള്ളത്. പിന്നെ നമുക്ക് പുറത്തുനിന്നൊന്നും 1 ലിറ്ററിനൊന്നും 403 രൂപയ്ക്ക് കിട്ടില്ല. ഇതിലേറെ പൈസയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ. ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ തൊട്ടിട്ട് പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക 70% ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആ കവറിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലിനിക് പ്ലസ് ഷാമ്പു ഉപയോഗിക്കുന്നവർക്കറിയാം നല്ല സോഫ്റ്റാണ്. മുടിക്ക് നല്ലൊരു തിളക്കം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് തന്നെ ചളികളൊക്കെ ഇളകിപ്പോകും. മുടിക്ക് നല്ലൊരു മണവും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വാങ്ങി നോക്കുകൊണ്ട് ലിങ്കിൽ തൊട്ട് വാങ്ങിയാൽ 70% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാങ്ങിയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടോ വാങ്ങിയതിന് ശേഷം എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും 4 പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 സവാളയും 2 തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു 4-5 ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് കൂടിപ്പോണ്ട കേട്ടോ. വെളുത്തുള്ളി വളരെ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ 2 സവാളയും 2 തക്കാളിയും എടുക്കുമ്പോൾ ഈ ഒരു 4 വെളുത്തുള്ളി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായി വന്നപ്പോൾ ഒരു 3 സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചട്നി തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. സാധാരണ നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ എണ്ണയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും ഉള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു വറ്റൽമുളക് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൗഡറാണ്. അത് ഞാനൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൗഡറും വെളുത്തുള്ളിയും എപ്പോഴും ഈ ചട്നിയിലേക്ക് ചേർക്കുന്ന സമയത്ത് കൂടിപ്പോകരുത്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ മുളക് പൊടിയും ബാക്കി എല്ലാതും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസ് മതിയെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇറക്കിയിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറച്ച് കുറുന്നനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ചട്നിക്ക് ലൂസ് വേണോ അതോ കുറച്ച് ടൈറ്റ് ആക്കണോ എന്നൊക്കെ അങ്ങനെ തീരുമാനിക്കാം. അപ്പോൾ അത് ഞാനൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പൊന്നും കുറവില്ല കേട്ടോ. എനിക്കിത് കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ഗോതമ്പ് ദോശ, സാധാരണ ദോശ, അതുപോലെ തന്നെ ഇഡ്ഡലി, എല്ലാത്തിൻ്റെ അപ്പം എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.